നമ്മൾ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു വിശേഷാൽ പുഴുക്കാണ്, വാഴപ്പിണ്ടി കപ്പപ്പുഴുക്ക്. നമുക്ക് കപ്പയൊന്ന് ക്ലീൻ ചെയ്ത് നുറുക്കി ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം, എന്നിട്ട് വെള്ളം ഊറ്റിക്കളയുകയും ചെയ്യണം. നമ്മൾ കപ്പയൊന്ന് തൊലി പൊളിച്ച് നുറുക്കി എടുക്കണം. നമ്മൾ കപ്പ പൊളിച്ച് നുറുക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പിണ്ടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പിണ്ടിയുടെ പുറത്ത് പോള കളഞ്ഞെടുക്കണം. നമ്മൾ കപ്പയും പിണ്ടിയും ഈക്വൽ ക്വാണ്ടിറ്റി എടുത്തിരിക്കുന്നത്, 350 ഗ്രാം വീതം എടുത്തിരിക്കുന്നത്. പോള പൊളിച്ചു കഴിഞ്ഞ വാഴപ്പിണ്ടി നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പിണ്ടിയുടെ നാരൊക്കെ നമ്മൾ നന്നായിട്ട് മാറ്റിക്കളയണം. നമ്മൾ പിണ്ടി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. അന്നേരം നമുക്കിത് നാര് കിട്ടും. അതും നമ്മൾ നാര് നന്നായിട്ട് തന്നെ നീക്കിക്കളയണം. അതുകൊണ്ട് പെട്ടെന്ന് ഇത് കറുത്തു പോവും നമ്മൾ മുറിച്ച് വെച്ചാൽ. അതുകൊണ്ട് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പിണ്ടി ചെറുതായി അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലെങ്കിൽ അരിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ ഒരു കളർ മാറ്റം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. നമ്മൾ നുറുക്കിയെടുത്ത കപ്പ ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ആ വെള്ളം നമ്മൾ കഴുകി കളയണം, കാരണം അതിന് കപ്പയ്ക്കുള്ള കട്ട് കളയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കപ്പ അധികമായിട്ട് വേവിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ടുള്ളൂ. ആ തിളപ്പിച്ച വെള്ളം നന്നായിട്ട് ഊറ്റി കളഞ്ഞിട്ട് അതൊന്ന് കപ്പയൊന്ന് കഴുകിയെടുക്കണം. നമ്മൾ കട്ട് ചെയ്തെടുത്ത വാഴപ്പിണ്ടി നന്നായിട്ട് ഒന്നും കൂടി കഴുകി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുക. 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതൊരു ചെറിയ കുക്കറിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. നമ്മുടെ കപ്പയും പിണ്ടിയും വെന്ത് വരുന്ന സമയത്തിന് നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള ചേർത്ത് കൊടുക്കാനുള്ള അരപ്പ് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. നമുക്ക് അരപ്പിന് വേണ്ടി നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 8 കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. കാന്താരിമുളക് ഇല്ലെങ്കിൽ നമ്മൾ 2 പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതി. 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 ഉള്ളി എടുത്തിട്ടുണ്ട്, വളരെ കുറച്ച് ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് നന്നായിട്ട് അരയണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. നമ്മുടെ കപ്പയും പിണ്ടിയും വെന്തിട്ടുണ്ട്. സ്വല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ഉപ്പ് ഇച്ചിരി കുറവായതിനാൽ സ്വല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കപ്പയും പിണ്ടിയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്ക് കണ്ടാലറിയാം, നമ്മൾ ജസ്റ്റ് നന്നായിട്ട് അരച്ചിട്ടില്ല. അരപ്പ് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. അരപ്പിട്ടതിന് ശേഷം നമ്മൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ഇത് നന്നായിട്ട് കുഴച്ചെടുത്ത പുഴുക്ക് നമ്മളൊന്ന് താളിച്ചെടുക്കുന്നുണ്ട്, വെളിച്ചെണ്ണയിൽ താളിച്ചെടുക്കുന്നുണ്ട്. 2 ഉണക്കമുളക് എടുക്കുന്നുണ്ട്, ഒരു ഉള്ളി എടുക്കുന്നുണ്ട്, 2 കറിവേപ്പിലത്തണ്ട് എടുക്കുന്നുണ്ട്, കുറച്ച് കടുക് എടുക്കുന്നുണ്ട്. നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് താളിച്ചെടുക്കുക.